ഭാരത് മാതാ കി ജയ് വിളിക്കാത്തവർക്കോട് ജീവിക്കാൻ പറ്റില്ലേ? അതെന്താ അങ്ങനെ? ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ? NYCC, നെഹ്റു യുവകേന്ദ്ര, ഖേലോ ഭാരത്, തപസ്യ ഇവരൊക്കെ സംഘടിപ്പിച്ച എവേക്ക് യൂത്ത് ഫോർ നേഷൻ എന്നൊരു കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി കോഴിക്കോട് എത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. അപ്പോൾ പ്രസംഗം അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പം ഭാരത് മാതാ കി ജയ് എന്ന് മീനാക്ഷി ലേഖി വിളിച്ചു. പക്ഷെ സദസ്സിലിരുന്നവരാരും ഇതിന് തുടർന്ന് വിളിച്ചില്ല. അതാണ് കേന്ദ്രമന്ത്രിനെ പ്രകോപിപ്പിച്ചത്. അപ്പോൾ സദസ്സിലിരുന്ന ഒരു സ്ത്രീയോട് ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ മന്ത്രി പറഞ്ഞു. സദസ്സിലിരിക്കുന്നവർ തുടർന്ന് വിളിക്കുന്നത് വരെ കേന്ദ്രമന്ത്രി മുദ്രാവാക്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഒരു കാലത്ത് നാടിനെ ഒന്നിപ്പിക്കുകയും സാമ്രാജ്യത്വത്തെ ഭയപ്പെടുത്തുകയും ചെയ്തൊരു മുദ്രാവാക്യമാണ് മന്ത്രി ഇതുപോലെ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. ഇതേപോലെ വേറൊരു സംഭവമുണ്ട്. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ഗോഡ്സെനെ പറ്റിയൊരു ചിത്രം പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിന് താഴെ NIT പ്രൊഫസറായ ഷൈജ ആണ്ടവൻ എന്നൊരു വ്യക്തി ഒരു കമൻറ്റ് ഇട്ടിരുന്നു. കമൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹിന്ദു മഹാസഭാ പ്രവർത്തകനായ നാഥുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ ആളാണ് വിനായക് ഗോഡ്സെ. അപ്പോൾ ഇദ്ദേഹത്തെ വീരനായകനാക്കിയാണ് ഷൈജ കമൻറ്റ് ചെയ്തത്. അപ്പോൾ ഈ പോസ്റ്റ് വളരെ വിവാദമായതോടെ ഇത് ഡിലീറ്റ് ചെയ്തെങ്കിലും തൻ്റെ പ്രതികരണത്തിൽ ഉറച്ച നിലപാടാണെന്നാണ് ഷൈജ പറയുന്നത്. ഗോഡ്സെനെ വന്ദിക്കുന്നതും മഹാത്മാഗാന്ധിനെ നിന്ദിക്കുന്നതും ഒന്ന് തന്നെയാണെന്ന് അറിയാത്ത ആളാണ് NIT പ്രൊഫസർ. ഇതുപോലെ മഹാത്മാഗാന്ധിനെ നിന്ദിക്കുന്നതും ഗോഡ്സെനെ വന്ദിക്കുന്നതൊക്കെ അപൂർവ സംഭവമല്ലാതായിട്ടുണ്ടെങ്കിലും ഇവരെയൊന്നും ദേശദ്രോഹികളായിട്ട് ചിത്രീകരിക്കുകയോ അവരൊക്കെ ശിക്ഷിക്കപ്പെടുകയോ ഒന്നും ചെയ്യാത്തതാണ് കൂടുതൽ ഗോഡ്സെ ഫാൻസ് മറന്നേക്ക് പുറത്തു വരാനുള്ള കാരണം. ഇവരൊക്കെ നിയമനിർമ്മാണ സഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയിലെ വലിയ സ്ഥാനങ്ങളിലേക്ക് കയറി കൂടുന്നതൊക്കെയാണ് അപകടം. അപ്പോൾ ഇതുപോലുള്ള അധ്യാപകർ വിദ്യാർത്ഥികളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ മീനാക്ഷി ലേഖിയുടെ കാര്യം തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ, മീനാക്ഷി ലേഖിയുടെ ധാർഷ്ട്യത്തിനും നിബന്ധനയ്ക്കൊക്കെ വഴങ്ങി ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യം വിളിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ മുദ്രാവാക്യത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. ആ ആത്മാവ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് അവിടെ നിശബ്ദരായി നിന്ന ജനങ്ങളല്ല, രോഷാകുലയായ മന്ത്രി തന്നെയാണ്. ദേശാഭിമാനം വളർത്തിയതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതും മുദ്രാവാക്യങ്ങളല്ല, സ്വാതന്ത്ര്യ സമരം ചെയ്ത മനുഷ്യരും അവരെ നയിച്ച മഹാത്മാക്കളായ നേതാക്കളുമാണ്. അത് മീനാക്ഷി ലേഖിക്കോ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന മതഭ്രാന്തനെ ഹീറോ ആയിട്ട് കാണുന്ന ഷൈജ ആണ്ടവനോ മനസ്സിലാകണമെന്നില്ല. ഗാന്ധിജി ദേശീയതയ്ക്ക് നൽകിയ ഒരു നിർവചനത്തിൽ ഹിംസയ്ക്കും ക്രോധത്തിനൊന്നും ഒരു സ്ഥാനമില്ല. ഇതേ ദേശീയതയാണ് ഇന്ന് പലരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിർവചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരക്കാരെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ടാഗോർ പറഞ്ഞത് ദേശീയത തിന്മയുടെ ക്രൂരമായൊരു പകർച്ചവ്യാധിയാണ്, അത് ഇന്നത്തെ യുഗത്തിലെ ആൾക്കാരിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഈ ദേശസ്നേഹം മുദ്രാവാക്യം ഭീഷണിപ്പെടുത്തി ചൊല്ലിക്കുന്നവർ, ഗോഡ്സെ വീരനായകനാക്കുന്നവരൊക്കെ ടാഗോർ പറഞ്ഞ ദേശീയതയുടെ വക്താക്കളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഭീഷണിയൊക്കെ തിരിച്ചറിയാനുള്ളൊരു വകതിരിവ് ഗാന്ധിജിയുടെ ഇന്ത്യക്കുണ്ട്.